എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷിലൊന്നും അല്ല കേട്ടോ, മലയാളത്തിലാണ്. ഞാൻ ഇംഗ്ലീഷിലിടുന്നത് ജൂനിയേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. നീറ്റ് PGയുടെ ബേസിസിൽ അവിടെ ഒത്തിരി പേര് അലോട്ട്മെൻറ്റിൻ്റെ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലിടുന്നത്. ഇന്നത്തതൊരു ഫാമിലി വ്ളോഗാണ്. ഇത് എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്ഥലം ഈഞ്ചിക്കലാണ്. ഞങ്ങളൊരു ഐസ് ബേയുടെ ഫ്രാഞ്ചൈസി ഐസ്ക്രീം പാർലർ തുടങ്ങിയായിരുന്നു. 7-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയത്. ഇത് ഞാനും കുഞ്ഞമ്മയും കൂടെ പാർട്ട്ണർഷിപ്പിലാണ്. ഈഞ്ചിക്കലാണ്, അച്ഛൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ താഴത്തെ നിലയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് വന്നിട്ട് ഡോക്ടർ സൗമ്യ CS ആണ്. ഒരു സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് വ്ളോഗറാണ്. ആക്ച്വലി സൗമ്യ CS എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാത്ത ആരും ഒരു മലയാളികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അവരുടെ എളിമ, അവരുടെ ആ വിനയം. നമ്മൾ ആ ഒത്തിരി ചാനൽസ്, യൂട്യൂബ് ചാനൽസ് പാവപ്പെട്ട ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചറാണ് ഡോക്ടർ സൗമ്യ CS. അവരുടെ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരെ പറ്റി പറയുകയാണെങ്കിൽ ഈ വ്ലോഗ് ഇങ്ങനെ നീണ്ടു പോകും. കുഞ്ഞമ്മയുടെ ചോയ്സ് ആയിരുന്നു ഡോക്ടർ സൗമ്യ CSനെ തന്നെ വിളിക്കണമെന്ന്. അത് ഈശ്വരൻ്റെ കൃപയാൽ വരാൻ പറ്റി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ബിസിനസ്സാണ് കേട്ടോ. നമുക്ക് ബിസിനസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും അല്ല. പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു മെഡിക്കൽ ഫീൽഡായിട്ട് എന്തിനാ ഈ ഐസ്ക്രീം പാർലർ സ്റ്റാർട്ട് ചെയ്തു എന്ന്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ലാബ് തുടങ്ങണം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മനസ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കാണത്തില്ലേ. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങണമെന്ന്. കാരണം അച്ഛൻ്റെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഈ വണ്ടി കാത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഭയങ്കര ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. അവരൊക്കെ പടിയിലിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അന്നേ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അകത്തിരുത്തിയിട്ട് ഒരു AC ഒക്കെ കൊടുത്തിട്ട് ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങിയാലോ എന്ന് പണ്ടൊരു സ്വപ്നം പോലെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 2024 കുഞ്ഞമ്മ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, നമുക്കൊരു ഐസ്ക്രീം പാർലർ എങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ. കുഞ്ഞമ്മയും കൊച്ചച്ഛനും ദുബായിലായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഈ ഐസ്ക്രീം പാർലർ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി 7-ാം തീയതി ആയിരുന്നു. ഇത് കുഞ്ഞമ്മയുടെ മോളാണ് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഐസ് ബേ ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ, അവരുടെ ആ ക്വാളിറ്റി തന്നെയാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം ഓൾമോസ്റ്റ് 60+ വെറൈറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ബ്രാൻഡ് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഐസ് ബേയുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ക്വാളിറ്റി സംതിങ് നാച്ചുറൽ, അത് അവർക്ക് മാത്രം ഒരു യുണീക്കാണ്. ഇപ്പോൾ നമ്മൾ ബിരിയാണിയുടെ ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെ തോന്നും. പാലടയുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ പാലട പായസം കുടിച്ച പോലെ തോന്നും. ഒരു ആർട്ടിഫിഷ്യലോ അങ്ങനെ ഒന്നും നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞ ഒരു ഐസ്ക്രീം കഴിക്കാത്ത ഒരാളാണ്. ഞാൻ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഐസ് ബേയുടെ ഐസ്ക്രീംസ് കഴിച്ചതിന് ശേഷമാണ്. പിന്നെ പഴയ കാലത്തെ ഓർമ്മകൾ, കോലൈസ് ഒക്കെ നമുക്ക് ഓർമ്മ വരും. പഴയ കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഐസ്ക്രീമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, അത് ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് കോഫിയാണ്. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. കുറേ പേർക്ക് ലോട്ടസ് ബിസ്കോഫ് ഇഷ്ടപ്പെട്ടു, സ്പാനിഷ് ഡിലൈറ്റ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു സംരംഭമാണ്. നിങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ, ഇഞ്ചിക്കൽ, അതായത് ജസ്റ്റ് ഈസ്റ്റ് ഫോർട്ട് തിരിയുന്നതിൻ്റെ അവിടെയുള്ള ആദ്യത്തെ ബിൽഡിംഗ് ആണേ. അപ്പോൾ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ഒരുപാട് SB ശാഖകൾ വേറെ പലയിടത്തും ഉണ്ട്. എന്നാൽ എൻ്റെ ഷോപ്പിലോട്ടൊന്ന് വന്ന് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്മോൾ വ്ലോഗാണ്.